ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. ഉൽപ്പത്തി 40:14. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രങ്ങളിൽ ഒന്നാണ് യോസഫിൻ്റെ ചരിത്രം. 40-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യോസഫ് ദൈവാലോചന പറയുന്ന അല്ലെങ്കിൽ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ആ വിലയേറിയ സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, യോസഫ് തൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായിട്ട് അല്ല എങ്കിൽ സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വരുമ്പോൾ, ഒന്നല്ല 2 പേര് അധ്യായത്തിൽ വരുന്നുണ്ട്. ഒരാളിനോട് പറയുന്ന തനിക്ക് വേണ്ടി തന്നെ ഓർക്കണമെന്ന്, തൻ്റെ കാര്യം ഫറവോനെ യാഥാർത്ഥ്യം ബോധിപ്പിച്ച് വിടുതലിന് വേണ്ടി നിൽക്കണമെന്ന് യോസഫ് ആവശ്യപ്പെടുന്ന വാക്യമാണ് 14-ാം വാക്യം. അപ്പോൾ 40-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യോസഫിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം യോസഫ് 13-ാം വാക്യത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. ഇതിനു മുൻപുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. ഞാൻ ആ പർട്ടിക്കുലർ സംഭവം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. കടുകട്ടിയായ പ്രതിസന്ധികളിലൂടെ യോസഫ് കടന്നു പോകുമ്പോൾ തൻ്റെ അടുക്കൽ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി വരുന്ന മനുഷ്യനോട് യോസഫ് സ്വപ്നത്തിൻ്റെ അർത്ഥം ദൈവകൃപയാൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അനന്തരം യോസഫ് ആ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി തരികയും ചെയ്തു. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ നിന്റെ ഇന്നത്തെ സ്ഥിതി മാറും. നിന്നെ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ നിന്റെ പദവി നഷ്ടപ്പെട്ടു പോയ, നിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയ ഈ അവസ്ഥ മാറും. നിന്റെ അലച്ചിലുകൾ മാറും. നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ കരങ്ങളിൽ നിനക്ക് മടക്കി കിട്ടും. നീ ശുഭമായിരിക്കും. ഇതാണ് യോസഫിൻ്റെ വർത്തമാനം അല്ലെങ്കിൽ വ്യാഖ്യാനം. ദൈവകൃപയിൽ ആശ്രയിച്ച് യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, നീ അധികാരത്തിൽ വരുമ്പോൾ, നീ ശുഭമായിരിക്കുമ്പോൾ, 1 എന്നെ ഓർക്കണം, 2 എന്നോട് ദയ ചെയ്യണം, 3-ാമത്തെ കാര്യം ഞാൻ നിരപരാധിയാണെന്നുള്ള വസ്തുത നീ ഫറവോനെ ബോധിപ്പിക്കണം, 4-ാമത്തെ കാര്യം ഇതാണ്, എൻ്റെ ഈ ഞെരുക്കങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ ജീവിതയാത്രയിൽ വളരെ വേദനയോടെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഉപകാരം ചെയ്തവർ, നമ്മൾ ഇടിവിൽ നിന്ന് രാത്രിയും പകലും പ്രാർത്ഥിച്ചവർ,
പല നിലകളിൽ നമ്മൾ സഹായം ചെയ്ത പലരും ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അവർ കണ്ടില്ല എന്നും കേട്ടില്ല എന്നുമൊക്കെ ചിന്തിച്ച് മുൻപിലോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലേ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പലരും നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നും നിങ്ങളോട് നിങ്ങളുടെ ആവശ്യഘട്ടങ്ങളിൽ സ്നേഹം കാണിക്കുമെന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. യോസഫിന്റെ അനുഭവം വായിച്ചാൽ 40-ാം അധ്യായം 23-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. ആർക്കു വേണ്ടിയാണോ യോസഫ് പ്രാർത്ഥിച്ചത്, ആരുടെ സ്വപ്നമാണോ വ്യാഖ്യാനിക്കേണ്ടതിന് ദൈവം യോസഫിനെ ഉപയോഗിച്ചത്, അവന് നഷ്ടപ്പെട്ട അധികാരവും നഷ്ടപ്പെട്ടു പോയ ജോലിയും നഷ്ടപ്പെട്ടു പോയ പദവിയുമൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ അവൻ യോസഫിനെ ഓർക്കാതെ പോയി. ഈ പ്രഭാതത്തിൽ എണ്ണിക്കൂട്ടി പറയുവാൻ അനേകം പേർ നിങ്ങളുടെ മുൻപിൽ കാണുമായിരിക്കും. ഓർക്കാതെ പോയവർ, അതും പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ. ഇന്ന് രാവിലെ 2026 നിങ്ങളിലൂടെ ദൈവം മറ്റുള്ളവർക്ക് ചെയ്ത വിടുതലുകൾ, നന്മകൾ, അത്ഭുതങ്ങൾ, കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുത്തിയ ദൈവപ്രവൃത്തികൾ ഓർക്കാതെ പോയ പലരും നിങ്ങളുടെ മുൻപിൽ കാണും. ആ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച് വേദനയോടെ, നിരാശയോടെയാകാം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. ബൈബിൾ പറയുന്നത്, യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ പോയി. പ്രിയരെ, ഒരുപക്ഷെ അപ്പനും അമ്മയും സഹോദരങ്ങളും കൂടെ നടന്നവരും കൂട്ടുകാരും നാട്ടുകാരുമൊക്കെ ഓർക്കാതെ പോയ അനുഭവങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ആഗ്രഹത്തോടും കൊതിയോടും പ്രതീക്ഷയോടും നിങ്ങൾ ഇരുന്നിട്ടും ജീവിതത്തിന്റെ നല്ല നാളുകളിൽ സന്തോഷത്തിലേക്ക്, വിടുതലിലേക്ക്, സമാധാനത്തിലേക്ക്, ദൈവപ്രവൃത്തികളിലേക്ക് അവർ കാലെടുത്തു വച്ചുയർന്നപ്പോൾ അതിന് ഒരു കാരണമായി തീർന്ന നിങ്ങളെ മറന്നിട്ടുണ്ടാകാം. ഇന്ന് രാവിലെ ഞാനത് പറഞ്ഞു നിർത്താം. പാനപാത്രവാഹകൻ, ദൂത് കേട്ടവൻ, അരുളപ്പാട് കേട്ടവൻ, ദൈവിക നന്മ പ്രാപിച്ചവൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ പൊട്ടക്കിണറ്റിനകത്തും പോത്തിഫറിന്റെ വീട്ടിനകത്തും കാരാഗ്രഹത്തിനകത്തും മറക്കാത്തൊരു ദൈവമുണ്ട് എന്ന് ഈ രാവിലെ നാം തിരിച്ചറിയാതെ പോകരുത്. ഞാൻ ഉറപ്പോടെ പറയാം, ആരെല്ലാം മറന്നാലും, ആരെല്ലാം ഓർക്കാതിരുന്നാലും, ആരെല്ലാം തിരിഞ്ഞു നോക്കാതിരുന്നാലും, വിശുദ്ധ ബൈബിൾ പറയുന്നു, നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നാം തിരിച്ചറിയണം. നമ്മോട് കൂടെയുള്ളവരും നമ്മെ സ്നേഹിക്കുന്നവരും നമ്മെ ഓർക്കുന്നതും നമുക്ക് വേണ്ടി കരുതുന്നതുമൊക്കെ വലിയ സന്തോഷമാണ്. എന്നാൽ അതിനൊക്കെ ഒരു പരിധിയും പരിമിതിയുമുണ്ട് എന്ന് നിശ്ചയമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൂത് കേട്ടവൻ, ആലോചന പ്രാപിച്ചവൻ, അനുഗ്രഹം പ്രാപിച്ചവൻ യോസഫിനെ മറന്നു കളഞ്ഞു. യോസഫിനെ ആരെല്ലാം മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നീറുന്ന ഹൃദയത്തോടെ, ആകുലതകളോടെ, ഒരു കൂട്ടം വേദനകളുടെ കഥകൾ പങ്കുവയ്ക്കുവാനുള്ള
ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, യോസഫ് എന്നും കാരാഗ്രഹത്തിനകത്ത് കിടന്നില്ല. കാരണം പാനപാത്രവാഹകന്മാരുടെ പ്രമാണി അവനെ ഓർത്തത് കൊണ്ടല്ല, മഹാദൈവം അവനെ ഓർക്കുവാനിടയായി തീർന്നു. പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവം ഇതിലെ ദൈവം നിന്നെ ഓർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ മുൻപിൽ വെളിപ്പെടുവാനായി പോകുക. പ്രാർത്ഥിക്കാമോ ദൈവത്തോട് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. ആരെല്ലാം മറന്നാലും മറക്കാത്ത കർത്താവിൻ്റെ കരം അനുകൂലമായി നീട്ടുന്നത് കൊണ്ട് നന്ദി. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറട്ടെ. സ്വസ്ഥതയോടെ സമാധാനത്തോടെ മുൻപിലേക്ക് പോകുവാൻ ദൈവകൃപ പ്രദാനം ചെയ്യും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.